എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 11 ശ്ലോകം 30, 31, 32, 33, 34, 35 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഉപനന്ദൻ ഇതൊക്കെ പറയണ കേട്ടപ്പോ എല്ലാവർക്കും മോഹമായി വൃന്ദാവനത്തിൽ പോവാൻ. അദ്ദേഹം അത് വെറുതെ പറയില്ല, നല്ലോണം മനസ്സിലാക്കിയിട്ടേ പറയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഗോപന്മാര് പറഞ്ഞു, ആഹാ, ഞങ്ങൾക്കെല്ലാം സമ്മതം, വളരെ നന്നായിട്ടോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് അവര് പുറപ്പെടുകയാണ്. വേഗം തന്നെ, ഇപ്പൊ തന്നെ നമുക്ക് പുറപ്പെടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇതാ പുറപ്പെടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. തച്ഛ്രുത്വൈകധിയോ ഗോപാ സാധു സാധ്വിതിവാദിന വ്രജാൻ സ്വാൻ സ്വാൻ സമായുജ്യ യയു രൂഢപരിച്ഛദാഃ. തത് അതിനെ ശ്രുത്വ കേട്ടിട്ട് ഗോപാഹ ഗോപന്മാർ ഏകധിയ ഒരേ അഭിപ്രായമുള്ളവരായിട്ട് സാധു സാധു ഇതി നല്ലത് നല്ലത് എന്ന് വാദിന പറയുന്നവരായിട്ട് സ്വാൻ സ്വാൻ അവരവരുടെ പ്രജാൻ ശകടങ്ങളെ സമായുജ്യ പൂട്ടിക്കെട്ടി രൂഢപരിച്ഛദാഃ സാമാനങ്ങളൊക്കെ കയറ്റിയിട്ട് യയു യാത്ര ചെയ്തു. ഉപനന്ദൻ പറഞ്ഞ ഒക്കെ കേട്ടപ്പോ സകല ഗോപന്മാരും ആ അഭിപ്രായത്തെ അത്യന്തം അഭിനന്ദിച്ച് വളരെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ പറഞ്ഞു വരും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വാഹനങ്ങളൊക്കെ പൂട്ടിക്കെട്ടി അവർക്ക് കൊണ്ടുപോകേണ്ട ഓരോവിധ സാധനങ്ങളൊക്കെ വാഹനങ്ങൾ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. ആദ്യം പശുക്കളെ കൊണ്ടുപോയി, പിന്നെതാ പശുക്കളെ കൊണ്ടുപോയിട്ടുള്ള വാഹനങ്ങൾ മുമ്പിൽ പോയി, പിന്നെതാ സാധനങ്ങളൊക്കെ ആയിട്ട് പോണു. വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ സർവോപകരണാനി ച അനസ്വാരോപ്യ ഗോപാല യത്താ ആത്തശരാസന. പറയണു, ഹേ രാജൻ, ഹേ രാജാവേ, അവരുടെ യാത്ര രാജാക്കന്മാര് പോകുന്നത് പോലെ അത്ര ആഘോഷത്തോടു കൂടിയായിരുന്നു. ഹേ രാജാവേ സംബോധന ചെയ്തില്ലേ പരീക്ഷിത്ത് മഹാരാജാവ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംബോധന ചെയ്തത്. രാജാക്കന്മാര് പോണ മാതിരിയായിരുന്നു അവരുടെ. വളരെ ഉത്സാഹത്തോടു കൂടി സകല ഗോപന്മാരും അവരവരുടെ അക്കാലത്തെ ആയുധങ്ങളായ അമ്പും വില്ലുകളൊക്കെ എടുത്ത് പിടിച്ചു. അങ്ങനെ ആഘോഷപൂർവ്വം നല്ല രസമായിട്ട് പാട്ടൊക്കെ പാടി, അങ്ങനെ ആറപ്പൊക്കെ വിളിച്ച്, അങ്ങനെയാണ് വയസ്സന്മാര്, കുട്ടികള്, സ്ത്രീകള്, ഇവരെയൊക്കെ എല്ലാവരും വേണ്ട വിധത്തിലൊക്കെ പിടിച്ച് ആദ്യം കയറ്റി, പിന്നെ എല്ലാ ഉപകരണങ്ങളും വണ്ടികളിൽ എടുത്തു വെച്ച്, അങ്ങനെ അവര് ഉത്സാഹപൂർവ്വം, എല്ലാവർക്കും ഉത്സാഹം, സന്തോഷം. വൃന്ദാവനത്തിനെ പറ്റി ഉപനന്ദൻ പറഞ്ഞപ്പോ തന്നെ അവിടെ എത്താൻ അവർക്ക് ധൃതിയായി. ഗോധനാനി പുരസ്കൃത്യ ശൃംഗാണ്യാപൂര്യ സർവദാ തൂര്യഘോഷേണ മഹദാ യയു സഹ പുരോഹിത. പശുക്കളെ മുമ്പിൽ കൊണ്ടുപോയിന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. പശുക്കളെ കൊണ്ടുപോകുമ്പോ അവരുടെ ഒരു ശൃംഗവാദ്യം ഉണ്ട്. ആ ശൃംഗവാദ്യ ശബ്ദം എല്ലാ ദിക്കിലും കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കേറ്റവും ശൃംഗാണി ആപൂര്യ കൊമ്പ് വിളിച്ച്, നല്ല ഉച്ചത്തിൽ അങ്ങോട്ട് കൊമ്പ് വിളിച്ച് വാദ്യഘോഷത്തോട് കൂടിയിട്ടാണ്. എല്ലാം അവരുടെ കയ്യിൽ കുറെ വാദ്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങനെ ഉറക്ക കൊട്ടി, പിന്നെ അവരുടെ പുരോഹിതന്മാരെല്ലാവരും വേദം ചൊല്ലിക്കൊണ്ട് ഇവരാണ് ഈ വാദ്യങ്ങൾ മുഴക്കി കൊമ്പ് വിളിച്ച് അങ്ങനെ ഗംഭീരായിട്ടാണ്. അങ്ങനെയാണ് അവരുടെ വൃന്ദാവന യാത്ര. അതാണ് രാജാക്കന്മാരെങ്ങനെയാ പോവുക എന്ന് പറഞ്ഞത്. രാജാക്കന്മാരുടെ യാത്രയൊക്കെ അങ്ങനെയാണല്ലോ. അതുപോലെയാണ് ആ ഗോപന്മാര് ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തേക്ക് യാത്ര ചെയ്തത്. ഗോപ്യോ രൂഢരഥാ നൂത്ന കുജകുങ്കുമകാന്തയ കൃഷ്ണലീലാ ജഗുപ്രീത നിഷ്കകണ്ഠ്യ സുവാസസ. രൂഢരഥാഹ തേരിൽ കരേറിയവരായി, നൂത്ന കുജ കുങ്കുമ കാന്തയ പുതിയതായി തേച്ച കുജകുങ്കുമങ്ങളാൽ വിശേഷ കാന്തിയുള്ളവരായി, നിഷ്കകണ്ഠ്യ കഴുത്തില് പതക്കം ധരിച്ചവരായി, സുവാസസ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചവരായി, പ്രീതാഹ സന്തുഷ്ടകളായിരിക്കുന്ന ഗോപ്യ ഗോപസ്ത്രീകൾ, കൃഷ്ണലീല കൃഷ്ണന്റെ കളികളെ കുറിച്ച് ജഗു പാടി. പറഞ്ഞല്ലോ യശോദ ധാരാളം പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ണന്റെ കളികളെ, ലീലകളെ പറ്റി. അതൊക്കെ ഗോപസ്ത്രീകൾ ഇങ്ങനെ പാടി. എങ്ങനെയുള്ള ഗോപസ്ത്രീകളാ? യാത്രാസമയത്തില് പുതിയ കുങ്കുമങ്ങള് കുജങ്ങളിൽ ധരിച്ചത് കൊണ്ട് വിശേഷ ശോഭ ഉണ്ടായിരുന്നു അവർക്ക്.
വിശേഷങ്ങൾക്ക് ധരിക്കണ ആഭരണങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് നല്ല സന്തോഷമായിട്ട് പോവല്ലേ, കല്യാണങ്ങൾക്കൊക്കെ പോണ മാതിരി കഴുത്തില് പതക്കം, പിന്നെ കാതില് നല്ല ഉഗ്രൻ ജിമിക്കി ഒക്കെ ഇട്ട് അങ്ങനെ എല്ലാ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടാണ്, വിശേഷ വസ്ത്രങ്ങളൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. വിവാഹത്തിന് കൂടാൻ പോണ മാതിരിയാണ് അവരുടെ ആ ഉത്സാഹം. ഇത്രയും മനോഹരികളായിട്ട് തേരിൽ കയറി ഇരുന്നിട്ട് അതിസന്തോഷത്തോടു കൂടി ഓരോവിധ ലീലകൾ കൊണ്ടും തങ്ങളുടെ മനസ്സിനെ തീർത്തും അപഹരിച്ചിരിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകളെ ഉച്ചത്തിൽ പാടിക്കൊണ്ട്, അങ്ങനെ പാടിക്കൊണ്ടാണ് വൃന്ദാവനത്തിലേക്ക് പോണത്, ആ യാത്ര. തഥാ യശോദാരോഹിണ്യൗ ഏകം ശകടമാസ്ഥിതേ രേജതു കൃഷ്ണരാമാഭ്യാം തൽകഥാശ്രവണോത്സുകേ. യശോദയും രോഹിണിയും കൃഷ്ണനെ രാമനെ എടുത്തുകൊണ്ട് ഒരു വണ്ടിയിൽ കയറി. അപ്പൊ ആ വണ്ടിയിൽ ഇങ്ങനെ ഗോപസ്ത്രീകൾ ഉറക്കെ പാടുകയാണ് കൃഷ്ണരാമന്മാരുടെ മഹാത്മ്യങ്ങള്. അതിങ്ങനെ കേൾക്കുമ്പോ ഇവർക്കാണെങ്കിൽ അധികം ഉത്സാഹം, എന്താ ഒരു സന്തോഷം അത് കേൾക്കാൻ. രണ്ടുപേരും ശ്രീകൃഷ്ണനെയും ബലരാമനെയും മടിയിലിരുത്തിയിട്ടാണ് യാത്ര ചെയ്യണത്. ആ കൃഷ്ണനെ രാമനും ഇങ്ങനെ മടിയിലിരിക്കുമ്പോ യശോദയ്ക്കും രോഹിണിക്കും അവരുടെ സൗന്ദര്യം ഇങ്ങനെ ഇരട്ടിയായി എന്നാ പറയണത്. അത്ര സുന്ദരികളായിട്ട് അവരുടെ മുഖം അങ്ങനെ ശോഭിക്കണു. വൃന്ദാവനം സംപ്രവിശ്യ സർവകാല സുഖാവകം തത്ര ചക്രൂരജാവാസം ശകടേ അർദ്ധചന്ദ്രവത്. അങ്ങനെ വണ്ടികളിലും തേരുകളിലായിട്ട് മറ്റു വാഹനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വൃന്ദാവനത്തിൽ അങ്ങോട്ട് എത്തി. ഇപ്പോഴാണ് കണ്ടു അതിമനോഹരമായ വൃന്ദാവനം. നിറച്ചു മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ട്, മലകളുണ്ട്. ആ വർഷകാലത്തും വേനൽക്കാലത്തും ഏതേത് സ്ഥലത്തിൽ ഇരിക്കണോ അവിടെ ഇരിക്കാൻ നല്ല സൗകര്യം. അതുകൊണ്ട് എല്ലാ കാലത്തും അവിടെ സുഖമായിട്ടിരിക്കാം. അങ്ങനെ പരമസുഖസ്ഥാനമായിരിക്കുന്ന ഈ വൃന്ദാവനത്തില് ആ ഗോപന്മാര് അർദ്ധചന്ദ്രാകൃതിയായിരിക്കുന്ന സ്ഥലത്തെ തങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥാനമായിട്ട് നിശ്ചയിച്ചു. അർദ്ധചന്ദ്രാകൃതിയില് അങ്ങനെയാണെന്ന് വീടുകളൊക്കെ ഉണ്ടാക്കിയത്. ജ്യാസ്ഥാനേ യമുന, വൃന്ദാവനത്തിലെ വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കൂടി യമുനാ നദി ഒഴുകണു എന്ന് മറ്റു പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യമുനാ നദിയുടെ സമീപത്തായിട്ടാണ് ഗോകുലവാസികൾക്ക് ഇരിക്കാൻ സ്ഥലം നിശ്ചയിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അപ്പൊ കുട്ടികൾ ഇങ്ങനെ കളിക്കണത് കാണാൻ പറ്റുമല്ലോ എവിടെ ഇരുന്നാലും. അങ്ങനെ ഒരു അർദ്ധചന്ദ്രാകൃതിയിലാണ് വീടുണ്ടാക്കിയത്. അപ്പൊ നടുക്ക് ധാരാളം മുറ്റുണ്ടാവും. അപ്പൊ കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കണത് അവർക്ക് കളിക്കാനുള്ള ധാരാളം സ്ഥലം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുകയും ചെയ്യാം. അങ്ങനെയാണ് അവരുടെ പ്രജവാസികള് വീടുണ്ടാക്കിയത് എന്ന് പറയുന്നു. ആ മനോഹരമായ വൃന്ദാവനത്തില് ഇനി ഭഗവാൻ കളിക്കാൻ പോണു. എന്തൊക്കെ കളികളാ വൃന്ദാവനത്തില് അല്ലെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.